ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നെസ്റ്റ് ബൈ റൂപ്സ്. അപ്പോൾ ക്രിസ്മസ് ഇങ്ങെത്തി, നാളെയാണ് ക്രിസ്മസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മെരി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിന് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് പ്ലം കേക്ക്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഈസി പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നട്ട്സും ഡ്യൂട്ടി ഫ്രൂട്ടിയും ഒന്നും നമ്മൾ സോക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, നമ്മൾ പ്ലാനൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യലാണ് ആദ്യത്തെ പ്രോസസ്സ്. പക്ഷേ അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ്സ് ആവശ്യമായിട്ടുള്ളതെന്ന്. എല്ലാം ഒരുക്കി വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത്, നമ്മൾ പഞ്ചസാര മെഷർ ചെയ്ത് അതേ കപ്പിൽ 1.5 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ അത് നമുക്ക് അരിച്ച് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് ഞാനിവിടെ വെക്കാണ്. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ 2 മുട്ട ടെമ്പറേച്ചറുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നട്ട്സായിട്ട് ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ബദാം കട്ട് ചെയ്തതും അതുപോലെ തന്നെ കാഷ്യൂ നട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേസിൻസ്, ബ്ലാക്ക് റേസിൻസ് ഇടാം. അതാണ് നമ്മുടെ പ്ലം കേക്കിന് കൂടുതൽ രുചി കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിലില്ല, അത് കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ വേണ്ട ഒരു കാര്യമാണ് ഓയിൽ. 1/4 കപ്പ് ഓയിൽ കൂടെ വേണം. അപ്പം നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്യാം. നമ്മൾ പഞ്ചസാര മെൽറ്റാകാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇങ്ങനെ പിടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. നമ്മൾ സ്പൂൺ വെച്ച് ആദ്യം തന്നെ ഇളക്കിയാൽ സ്പൂണിലൊക്കെ പിടിക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. പിന്നെ ഒരുപാട് തീ കൂട്ടി വെച്ച് പുകയ്ക്കരുത്, ഇപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. എന്നാൽ തീരെ തീ കുറച്ച് വെക്കാനും പാടില്ല, അപ്പോൾ ഉരുകാൻ കുറച്ച് സമയം എടുക്കും, കട്ടിയായി പോവും. അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ബ്രൗൺ കളറായി വരുന്നുണ്ട്, ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് നല്ല കളറ് വന്നിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടെ ഡാർക്കാകാൻ നിൽക്കരുത്, അപ്പോൾ നമ്മുടെ കേക്ക് കറുത്തു പോവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാര അളന്ന അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കണം. ചേർത്ത ഉടനെ നമ്മൾ ആ പഞ്ചസാര മെൽറ്റായത് ഒരു കട്ട പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മെൽറ്റായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ചപ്പോൾ നല്ല കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന വീഡിയോയിലും ഈ പഞ്ചസാര മെൽറ്റായ ഇതിലും നിങ്ങൾക്ക് കളർ ഡിഫറൻസ് കാണാം. അത് സത്യം പറഞ്ഞാൽ കരിഞ്ഞു പോയി. അത്രയും ശ്രദ്ധയോടുകൂടെ നമ്മളത് നോക്കണം. അപ്പോൾ അത് കരിഞ്ഞു പോയത് കാരണം ഞാൻ രണ്ടാമത് പഞ്ചസാര അലിയിച്ചെടുത്തതാണിത്. അപ്പോൾ നിങ്ങളതുപോലെ തന്നെ നല്ല വേറെ പണിയൊന്നും ചെയ്യാണ്ട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കറക്ഷൻ ഉണ്ട്. ഞാനവിടെ 1/4 കപ്പ് ഓയിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും വെള്ളവും ഒക്കെ എടുത്ത ആ കപ്പിൽ 3/4 കപ്പ് ഓയിലാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ കൂട്ടി വെക്കുക, നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണക്കമുന്തിരി ഇല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മുട്ട ആഡ് ചെയ്യേണ്ടത്. ഈ സമയം കൊണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കണം. അപ്പം ഞാനത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മുട്ട ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഞ്ചസാര അലിയിച്ചെടുത്ത ആ സംഭവം തണുത്തിലേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം മുട്ടയൊക്കെ ഇപ്പോൾ കുക്കായി പോവും ചൂടോടെ ഒഴിക്കുകയാണെങ്കിൽ.
അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ പറയാത്ത ഒരു കാര്യം, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂണ് കറുവപ്പട്ട പൊടിച്ചതും 1/4 ടീസ്പൂണ് കറിയാമ്പും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാര ലായനിയും ഓയിലും ഒക്കെ ചേർന്ന മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്, ഒരു ചെറിയ ചൂടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിതൊരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ ഉണക്കമുന്തിരി, കറുത്ത മുന്തിരിയാണ് ആഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഈ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാതെ കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ 2 മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മിക്സിൻ്റെ ചൂട് ഇളം ചൂടിൽ മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ മുട്ട പെട്ടെന്ന് കുക്കായി പോവും. അപ്പം ഞാൻ കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ആ മുട്ടയുടെ സ്മെല്ല് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. ഇത് ആഡ് ചെയ്യണമെന്നില്ല, നമ്മൾ സിനമൺ പൗഡറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൂടെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, പിന്നെ നമ്മുടെ കറുവപ്പട്ടയും കറിയാമ്പും പൊടിച്ചത് 1/4 ടീസ്പൂൺ വീതം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് കൂടെ ആഡ് ചെയ്യാം. ഇതൊക്കെ അരിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് ഡ്രൈയും അല്ല, നമുക്ക് ഒഴിക്കാൻ പാകത്തിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അളവ് തെറ്റിപ്പോവാണ്, മൈദ കുറച്ച് കൂടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പ്ലാനൊന്നും ഇല്ല, ക്രിസ്മസ് ഇങ്ങെത്തി, പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണിത്. ഒരുപാട് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കാഷ്യൂ നട്ടും റേസിൻസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു. അപ്പം ഞാനിത് ഓവനിലൊന്നുമല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കുക്കറിലാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്കിനേക്കാളും സമയം എടുക്കും ഇത് കുക്കാകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഒരു പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാനൊരു പാൻ അടിയിൽ വെക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ഞാൻ കുക്കർ അടുപ്പിലേക്കല്ല വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊരു കുക്കറിൽ ഒരു 3/4 ഭാഗം വരുന്ന രീതിയിൽ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഇത് കുറച്ച് സമയം എടുക്കും കുക്കാകാൻ. അപ്പോൾ വിസിൽ വെക്കാതെ ഞാൻ കുക്കർ അടക്കുകയാണ്. അപ്പോൾ നമ്മൾ നോർമൽ കേക്ക് 30 മിനിറ്റ് കൊണ്ടാവുമെങ്കിൽ ഇത് 1 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു 45 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. അതിന് മുന്നേ എന്തായാലും തുറക്കരുത് ആരും. നമ്മൾ കുക്കാകുന്നതിന് മുന്നേ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടു കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 9:45 ആയിട്ടുണ്ട്. ഞാൻ 8:30ക്ക് വെച്ചതാണ്. അപ്പോൾ 1 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. സിമ്മിലാണ് തീ വെക്കേണ്ടത്. അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ മുകളിൽ വെച്ച കാഷ്യൂ ഒന്നും കാണാനില്ല. അപ്പം നമുക്ക് ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഈർക്കിളിയോ കത്തിയോ എന്തെങ്കിലും ഇങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ കുത്തി നോക്കുമ്പം ഇതിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ കണ്ടോ, ക്ലീൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ നടുവിൽ ഒരു നനവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഞാനിങ്ങനെ
ഇറക്കി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് ഓഫ് ചെയ്യാം. ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കുള്ളൂ, അല്ലെങ്കിൽ മുറിഞ്ഞു പോവും. അപ്പോൾ ഈ കേക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ മുറിക്കാനും പാടുള്ളൂ. നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല തണുത്ത്, അതായത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നാളെ കഴിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഏറ്റവും നല്ല പാകം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം വിടിയിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് നോക്കിയാലും മനസ്സിലാവും കുക്കായോ ഇല്ലയോ എന്ന്. കൈമേലൊന്നും പറ്റി പിടിക്കാതെ താണൊന്നും പോകാതെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് പ്ലേറ്റിൽ കാണിച്ചു തരാം. നമ്മളെ കേക്ക് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇളക്കി മാറ്റാം. നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇളക്കാൻ നോക്കുക. അപ്പോൾ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ മുന്നേ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്, അതായത് നമ്മൾ കുക്കറിലേക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നായിട്ട് കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ബട്ടർ പേപ്പർ വെക്കുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കാം. ഇത് രണ്ടുമില്ലെങ്കിലും പ്രശ്നമില്ല. കുറച്ച് ഓയിൽ തടവിയിട്ട് അതിൽ മൈദപ്പൊടി വിതറി മൊത്തത്തിലൊന്ന് തടവി എടുത്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള മൈദപ്പൊടി മുട്ടി മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മുടെ കുക്കറിൻ്റെ അടിഭാഗത്തോ അല്ലെങ്കിൽ സൈഡ് ഭാഗത്തോ ഒന്നും കേക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നല്ലപോലെ തണുത്തിട്ടുണ്ട്, നമുക്ക് വിടിയിച്ചെടുക്കാം. ഇപ്പോൾ എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല. വാവ്, നമ്മളെ കേക്ക് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. സൈഡൊന്നും കുക്കറിൽ ഒട്ടും പിടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റിൽ കടയിൽ നിന്ന് വാങ്ങുന്ന കേക്ക് പോലെ തന്നെയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് മുകൾ ഭാഗം പൊങ്ങി വന്ന ഭാഗം കണ്ടപ്പോൾ ഞാൻ കരുതി അത്ര കളർ വന്നില്ല, ഞാൻ പഞ്ചസാര മെൽറ്റ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണെന്ന് കരുതി. പക്ഷേ കണ്ടോ, സൈഡ് ഭാഗവും അടിവശമൊക്കെ നോക്കിയാൽ നല്ല കളറുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കേക്ക് പോലെ തന്നെ ഉണ്ട്. കണ്ടോ, നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മൾ ഒന്നും സോക്ക് ചെയ്ത് വെക്കുക ഒന്നും വേണ്ട. പക്ഷേ ആ പഞ്ചസാര ലൈന് മെൽട്ടാകുന്ന സമയവും കേക്ക് കുക്കായി വരുന്ന സമയവും ഒഴിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ബേക്കായി വരാൻ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കണ്ടോ, ഉള്ളൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ നട്ടൊക്കെ ഇടയിലായിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കണ്ടോ, സോഫ്റ്റും കൂടാണ്. ഞാൻ പറഞ്ഞല്ലോ പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കറുത്ത മുന്തിരിയാണ്. അത് ഞാനിതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ കറുത്ത മുന്തിരിയൊക്കെ ഇട്ട് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് 2 ദിവസം മുന്നെങ്കിലും കേക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴാണ് ആ മുന്തിരിയുടെ ടേസ്റ്റൊക്കെ അതിൽ അലിഞ്ഞിറങ്ങി നമുക്ക് കഴിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് പ്ലം കേക്ക് പോലെ തോന്നുക. അപ്പോൾ ഞാനിതിൽ ഇട്ടിട്ടില്ല, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നാളെയാണ് ക്രിസ്മസ്, നിങ്ങൾക്ക് ഇന്ന് ഉണ്ടാക്കി നാളെ കട്ട് ചെയ്യാനും മതി. പക്ഷെ ഒന്നുണ്ട്, കേക്ക് നല്ലതുപോലെ തണിഞ്ഞതിന് ശേഷം മാത്രം പിടിച്ചെടുക്കുക, എല്ലാം മുറിഞ്ഞു പോവും. അത് മാത്രമല്ല നല്ലതുപോലെ തണുത്ത് ഉള്ളിലും ഒക്കെ നല്ലതുപോലെ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കഴിക്കുക. അല്ലാതെ പക്ഷം ആ കേക്കിന് അത്ര ടേസ്റ്റ് ഫീൽ ചെയ്യില്ല. എനിക്കറിയാം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി, പക്ഷേ എങ്കിൽ കൂടെ നിങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല. നിങ്ങൾക്ക് ഇന്ന് കേക്ക് ഉണ്ടാക്കിയാൽ നാളെ അത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലരെങ്കിലും നാളെ കടകളിൽ നിന്നും വാങ്ങിക്കാമെന്ന പ്ലാനിലായിരിക്കും. നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, പിന്നെ ഒരിക്കലും നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മെരി ക്രിസ്മസ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് രൂപ്സ്.